ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാറ്റിക് റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമുക്ക് മലേഷ്യൻ ചാമ്പയുടെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. നഴ്സറിയിൽ നിന്ന് മലേഷ്യൻ ചാമ്പ എന്ന് പറഞ്ഞാണ് തന്നതെങ്കിലും ഇത് സത്യത്തിൽ മലേഷ്യൻ ചാമ്പ തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കിപ്പോൾ തൽക്കാലം ഇതിനെ മലേഷ്യൻ ചാമ്പ എന്ന് തന്നെ വിളിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പുളിയില്ല, നല്ല മധുരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ കുറഞ്ഞ പഞ്ചസാരൻ്റെ ആവശ്യമുള്ളൂ. ജാം ഉണ്ടാക്കാനൊക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാനും ഒക്കെ അല്പം ഉപ്പിട്ടിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ കഴിച്ചു പോകാൻ പറ്റും. ഇത് പുളി എന്ന് പറഞ്ഞത് തൊട്ടിട്ടേ ഇല്ല, ആ രീതിയിൽ തന്നെ നമുക്കിത് പറയാം. മലേഷ്യൻ ചാമ്പ എന്ന് പറയുമ്പോൾ തന്നെ ഇത് സീഡ്ലെസ് ചാമ്പക്കയാണ്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 10 ചാമ്പക്ക എടുക്കുകയാണെങ്കിൽ അതിൽ 2 എണ്ണത്തിലെങ്കിലും മിനിമം കുരു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ല ചാമ്പക്ക കിട്ടിയാലും പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്ക് അതുപോലെ തന്നെ കിട്ടണമെന്നില്ല. പൊതുവേ സീസണിനനുസരിച്ച് ഇപ്പോൾ ചൂടാണെന്നുണ്ടെങ്കിൽ കായകളൊക്കെ നല്ലോണം കുറയും. പൊതുവേ ഇപ്പോഴത്തെ നമ്മുടെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ തൈയിന് പ്രത്യേകം നല്ല നന ആവശ്യമാണ്. ഇത്രയും കൊടും വേനലാവുമ്പോൾ അതിനനുസരിച്ചും അതിലേറെ പരിചരണവും ആവശ്യമാണ്. നന അത്യാവശ്യം വേണ്ട ഒരു തൈ തന്നെയാണ് ഈ മലേഷ്യൻ ചാമ്പ. സ്ഥലപരിമിതിയുള്ളവർക്ക് വെക്കാൻ പറ്റിയൊരു തൈയാണ് മലേഷ്യൻ ചാമ്പ. ഇത് നന്നായി കായ്ക്കുകയും അതുപോലെ തന്നെ നല്ല കളറാണ്. അതുകൊണ്ട് തന്നെ ഇത് പക്ഷികളൊക്കെ നന്നായി ആകർഷിക്കും. പക്ഷികളൊക്കെ വേഗം അത് കൊത്തി തീരുമാനമാക്കുന്നതാണ്. നമുക്ക് ഈ ചാമ്പ പറഞ്ഞതുപോലെ ഉപ്പിലിട്ട് വെക്കാം, അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാം, സാലഡിൽ നമുക്ക് ബെസ്റ്റായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഒരുപാട് യൂസ് നമുക്കുണ്ട് ഈ ചാമ്പക്ക കൊണ്ട്. പുളിയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല മധുരമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. മലേഷ്യൻ ചാമ്പ നമ്മൾ നട്ടതിന് ശേഷം ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്കിത് കായ തരും. അതുപോലെ തന്നെ ഇത് ഉണ്ടാവുമ്പോൾ മരം നിറച്ച് പൂത്ത് പിന്നെ കായായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ കളറ് തന്നെ നല്ല റെഡ് കളറാണ്, ഡാർക്ക് റെഡ് കളറാവുന്നത് കൊണ്ട് തന്നെ ഇത് പക്ഷികളൊക്കെ നന്നായി അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് പഴുക്കാനാവുമ്പോഴത്തേന് തന്നെ കിളികളൊക്കെ ഏകദേശം കൊത്തി കൊണ്ടുപോകും. ഇത് നന്നായി കായ്ക്കും പൂവിടും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഫ്രണ്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ വെക്കാം. അതുപോലെ തന്നെ നമുക്കിത് വെട്ടി നിർത്താം. മറ്റ് നാടൻ ചാമ്പക്കനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചാമ്പക്ക പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും ഒരു നാടൻ ചാമ്പക്കനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കായക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നാടൻ ചാമ്പക്ക പൊട്ടിച്ച് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാൽ അത് 2 ദിവസമൊന്നും എന്തായാലും ഇരിക്കില്ല, അതിൻ്റെ ഫ്രഷ്നെസ് പോവും. പക്ഷേ ഈ ചാമ്പക്കയാണെന്നുണ്ടെങ്കിൽ അതേ ഫ്രഷ്നെസ്സോടെ ഒരു 2 ദിവസമൊക്കെ അത് പുറത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഏത് ഫലവൃക്ഷം നമ്മുടെ തൊടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ തൈ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ കായ ഒന്ന് കഴിച്ച് നോക്കുന്നത് നന്നായിരിക്കും. കാരണം എല്ലാ പഴങ്ങളും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ തൊടുവിൽ നട്ട് നനച്ച് ഉണ്ടാക്കി അതിൻ്റെ കായായി പഴുത്ത് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങളുടെ തൊടുവിൽ അങ്ങനെ ഞങ്ങൾ ചിലത് വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കായ പഴം ഒന്ന് കഴിച്ച് നമുക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ സമയവും അതിന് ചിലവഴിക്കുന്ന പണവും എല്ലാം നമുക്ക് നഷ്ടമാവും. മലേഷ്യൻ ചാമ്പ കൂടാതെ തന്നെ പലതരം ചാമ്പ നമുക്കറിയാം. ആപ്പിൾ ചാമ്പ, അങ്ങനെ പലതരമുണ്ട്. അപ്പോൾ ഈ ചാമ്പയുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ഫലവൃക്ഷത്തിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.